മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക. ഇത് നിങ്ങളുടെ ദിവസമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദിവസമാണ്. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കും. പരാജയപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ, തകരപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, വചനം ഇന്ന് അത്ഭുതം ചെയ്യും. ബൈബിൾ അതൊരു സത്യമാണ്. അതിൽ ആര് വിശ്വസിക്കുന്നോ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇന്നത്തെ വചനം ഭയങ്കര ബ്ലെസ്ഡായ ഒരു വചനമാണ്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ഭയങ്കര ദൈവശക്തി വ്യാപരിക്കാൻ പോകുക. നമുക്ക് പ്രാർത്ഥനാപൂർവം വചനത്തിനു മുമ്പിലായിരിക്കാം. കർത്താവ് ഭയങ്കര കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനാപൂർവം ദൈവവചനത്തിലേക്ക് കടക്കാം. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാപൂർവം വചനം അനുഭവിക്കാൻ എവിടെ നിന്നെ പിശാച് തടഞ്ഞു വെച്ചിട്ടുണ്ടോ അവിടെ ദൈവത്തിന്റെ കൈ നിന്ന് ചെല്ലും. ആ ബ്ലോക്കിനെ പൊട്ടിക്കും. ആമീൻ. നിന്റെ ജീവിതം ശുഭമാക്കി തരാൻ പോവാ ദൈവം. അപ്പൊ നമുക്ക് വാക്യത്തിലേക്ക് വരാം. രണ്ട് പദം കൂടെ വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. ശ്രദ്ധിച്ചേ. അവിടെ അവർ വിക്കനായ ഒരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു. യേശുവിന്റെ കൈ അവന്റെ മേൽ വെക്കണമെന്ന് കൊണ്ടുവന്നവർ അപേക്ഷിച്ചു. എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, ആരെങ്കിലും ഒന്ന് കൈ വെക്കണമെന്ന് യേശു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. നീ പ്രാർത്ഥിച്ച അവൻ്റെ കൈ നിന്റെ മേൽ വെക്കും. ഒരാമീൻ പറഞ്ഞാട്ട് ചിലരോട് പരിശുദ്ധാത്മാവ് കാണിക്കുക, നിന്റെ ദൈവത്തിന് സ്വന്തം വൈദ്യശാസ്ത്രം കഴിയത്തില്ലെന്ന് പറഞ്ഞിടത്തോട്ട് യഹോവയുടെ കൈ ചെല്ലാൻ പോകുകയാ. സൗഖ്യമാകത്തില്ലെന്ന് നീ പറഞ്ഞെടുത്ത് സൗഖ്യമാക്കുന്ന കൈ വെളിപ്പെടാൻ പോകുകയാ. ഇതുവരെ കാണാത്ത ചിലത് ഇന്നത്തെ ശുശ്രൂഷയ്ക്കകത്ത് യേശു ചെയ്യും. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു, അവനെല്ലാം നന്നായി ചെയ്യും. പരിശുദ്ധന്മാർ പറഞ്ഞു, കഴിഞ്ഞ 10 വർഷമായി നിന്റെ ജീവിതം പരാജയപ്പെട്ടെങ്കിൽ ഈ 2016 ദൈവം പറയുക, അവനെല്ലാം നന്നായി ചെയ്യാൻ പോകുകയാ. അകന്നു പോയ അനുഗ്രഹങ്ങൾ അടുത്തു വരാൻ പോകുകയാ. തകർന്നു പോയ അവസ്ഥകളെ ദൈവം പൊക്കിയെടുക്കാൻ പോകുകയാ. ഇത് ദൈവത്തിന്റെ കരം തന്നെ. നിന്റെ മെന്റൽ ഡിപ്രഷനുകൾ മാറുന്നു യേശുവിന്റെ നാമത്തിൽ. നിന്റെ നേർവുകൾക്കകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നു. നിന്റെ കിഡ്നിയുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. വിശ്വാസ കണ്ണാൽ വിളിച്ചു പറ, ഈ നിമിഷം തന്നെ. അവര് പറഞ്ഞു, യേശു അവന്റെ മേൽ കൈ വെക്കണമേ എന്ന് അവർ അപേക്ഷിച്ചു. അടുത്ത വാക്യം കൂടെ ശ്രദ്ധിച്ച വേഗത്തിൽ. അവൻ അവരെ പുരുഷാരത്തിൽ നിന്ന് വേർവിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ടു തുപ്പി അവന്റെ നാവിനെ തൊട്ടു സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്ന അർത്ഥമുള്ള യഫദ എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ ചെവി തുറന്നു, നാവിന്റെ കെട്ടും അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഇതാരോടും പറയരുത് എന്ന് അവരോട് കൽപ്പിച്ചു. എങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവൻ പ്രസിദ്ധമാക്കി. അവൻ സകലവും നന്നായി ചെയ്തു. ഇങ്ങോട്ട് നോക്ക്. കർത്താവ് പറഞ്ഞത് ആരോടും പറയല്ലെന്ന്. ഇവൻ എങ്ങനെ പറയാതിരിക്കും? ഇവൻ ആരെ കണ്ടാലും കൈ കൊടുത്ത ജാദ്യം പറഞ്ഞ്, നിങ്ങൾക്കറിയാം, ജന്മൻ അവിക്കനായിരുന്നു. നീ പറയുന്നത് എനിക്ക് കേൾക്കത്തില്ലായിരുന്നു. പേപ്പറെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അവസ്ഥ മാറ്റിയ ഒരാളുണ്ട്, അവൻ്റെ പേരാ യേശു. തെക്കപ്പൊല്ലി ദേശത്ത് സൂട്ടും കോട്ടും ഇട്ട് ഒരാൾ ക്രൂസൈഡ് നടത്തുന്നു. തെക്കപ്പൊല്ലി ദേശം മെഗാ ക്രൂസൈഡ്. ജനം ചെന്നിരുന്നു, ഗ്രൗണ്ടെല്ലാം നിറഞ്ഞു കവിഞ്ഞു. ആൾക്കാർ പറയാം, ഇവനെ പരിചയമുണ്ടല്ലോ, ഫ്ലെക്സിലൊന്നും കണ്ടിട്ടില്ലല്ലോ. ഒരാൾ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ? ഗദരദേശത്ത് വസ്ത്രം കൊടുക്കാൻ നടന്നവനാ. അവന്റെ പ്രസംഗം എന്തുവാ? യേശു എന്ന 2 അക്ഷരം.
എടാ, നിന്നെ നീയാക്കുന്ന രണ്ടക്ഷരം, അതിന്റെ പേരാ യേശു. ഏത് അനുഗ്രഹം മുമ്പിൽ വന്നാലും ഭക്തന്മാർ നോക്കി നോക്കി കൈവെക്കും. അതിനർത്ഥം യേശു നിമിത്തമാണ്. ഇവിടെ വേദി ഒരുങ്ങാൻ ഒറ്റ കാരണം യേശു നിമിത്തമാണ്. ചരിത്രം തിരുത്താൻ കഴിയുന്ന ഒറ്റ നാമം, അത് യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം. വിശ്വാസം കൊണ്ട് ആമം പറഞ്ഞാട്ടെ. നിന്റെ കഴിവ് ദൈവം ചോദിക്കുന്നില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ പോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. നിന്റെ അറിവല്ല വിഷയം, നിന്റെ ജ്ഞാനമല്ല വിഷയം, യേശുവാ വിഷയം. യേശു ആരും കാണാതെ സൗഖ്യമാക്കി. എന്നിട്ട് അവനോട് പറഞ്ഞ ആരോടും അവൻ പറയാതിരിക്കുമോ? അവൻ നടന്ന് പറയുക. രാവിലെ ഇറങ്ങും. എന്നെ അറിയോ? ഇല്ല, വിക്കനായിരുന്നു, കേൾക്കത്തില്ലായിരുന്നു, എഴുതി കാണിക്കുകയായിരുന്നു ഭാര്യ ഇത്രയും നാള്. ഇപ്പം എന്നാ പറ്റി? യേശു തൊട്ടു, നാക്ക തൊട്ടു, ചെവി തൊട്ടു. ഇപ്പം എന്നാ? കേൾക്കുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാം. ആര് പറഞ്ഞു? ഞാൻ പറയുന്നത് കേൾക്കത്തില്ലെന്നാണ് ചോദിക്കുന്നു. ഇങ്ങോട്ട് നോക്ക്, പറയട്ടെ. ഇവൻ പോയിടത്തെല്ലാം ജനം തമ്മി ആശ്ചര്യം പറയാം. അവൻ എല്ലാം നന്നായി. ഞാനൊരു പ്രവചന ദൂത് പറയാം. നിന്റെ വീടിനെ നോക്കി നിന്റെ ദേശം പറയാൻ പോവാ, യേശു നിനക്ക് വേണ്ടി നന്നായി ചെയ്ത. നിന്റെ ഭാവിക്ക് നേരെ ആരൊക്കെ ഏതൊക്കെ രേഖ എഴുതിയാലും ഇന്ന് ആ രേഖയെ ദൈവം തുടച്ചു മാറ്റും. എന്നിട്ട് അവൻ പറയാ, ഞാൻ നന്നായി ചെയ്യാൻ പോവാ. നിന്റെ ചുറ്റുപാടുകൾ നോക്കി നിൽക്ക്, രക്തബന്ധങ്ങൾ നോക്കി നിൽക്ക്, നിന്റെ ചാർച്ചക്കാർ നോക്കി നിൽക്ക്. യേശു. കാനായിലെ വിരുന്ന് വീട്ടിലെ കല്യാണം, ഗ്ലോറി. എല്ലാരെയും വിളിച്ചു, ഈശോയെയും വിളിച്ചു. സാധാരണ എല്ലാരും ബന്ധുക്കാരെ വിളിക്കും, യേശുവിനെ വിളിക്കാറില്ല. നിന്റെ കുഞ്ഞിന്റെ കല്യാണം തെറ്റാൻ കാരണം വിളിക്കേണ്ടവനെ വിളിച്ചില്ല, വിളിക്കരുതാത്തവരെ എല്ലാം വിളിച്ചു. അപ്പൊ കല്യാണം വിഭോസം 4000 പേരാ കല്യാണത്തിരിക്കുന്നത്. 4000 പേര്, 4000 പേരെ കല്യാണത്തിന് വിളിച്ച 5000 പേർക്ക് ഫുഡ് ഒരുക്കണം. യഹൂദന്റെ കല്യാണമാണ്. കല്യാണത്തിന് ഏറ്റവും വലിയ ഐറ്റമാ വീഞ്ഞ്. ബേക്കറി കിട്ടുകയില്ല. 21 ദിവസം പ്രോസസ്സിലൂടെ വീഞ്ഞുണ്ടാകാൻ പറ്റും. വിരുന്നിന്റെ പകുതിയിൽ 2000 പേരോടെ വയറ് നിറഞ്ഞ് 3000 പേര് ക്യൂ നിൽക്കുമ്പോൾ വിരുന്നുശാലയ്ക്കകത്തുനിന്ന് ഒരാൾ വന്നിട്ട് പറയുക, വീഞ്ഞ് തീർന്നു പോയി. ഇങ്ങോട്ട് നോക്ക. മറിയ ചോദിച്ചു, എന്നാ? വീഞ്ഞ് തീർന്നു പോയി. മറിയയുടെ ഉള്ളളകി. ജനനം കൊണ്ടും ഗർഭം കൊണ്ടും അവൻ്റെ വളർച്ച കൊണ്ടും ഇവൻ സാധാരണക്കാരനല്ലെന്ന് മറിയയുടെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ട്. മറിയ അവസരം കാത്തിരിക്കുക. കുഞ്ഞെ, നിനക്ക് അവസരം ദൈവം ഒരുക്കി തരുമ്പം ആ അവസരത്തിൽ വിളിച്ചിറക്കണം ദൈവത്തെ, പ്രാർത്ഥിച്ചിറക്കണം അവനെ. പ്രതിസന്ധിക്കകത്ത് കൊണ്ട് കയറ്റിച്ച് കൈവിടുന്നവനല്ല, അതിന്റെ നടുവിൽ അത്ഭുതം ചെയ്യും. മറിയ എന്ന് യേശുവിനോട് പറഞ്ഞു. ഈശോ മൈൻഡ് ചെയ്തില്ല. മറിയ എന്നാലും ബാല്യക്കാരോട് എന്നു പറഞ്ഞു, അവൻ എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്തോണം എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യം അവൻ പറയത്തുള്ളൂ. ചോദ്യം ചെയ്യാതെ ചെയ്താൽ ഈ വിരുന്ന് വീട്ടിലെ നിന്ന മാറും. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാ, നന്നായി ചെയ്യാൻ റെഡിയായി അവൻ ഇവിടെ ഉണ്ട്. കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. നല്ല ചൊറിയൊറുക്കുള്ള പിള്ളേരില്ല, മിനിറ്റ് കൊണ്ട് കോരി നിറച്ചു. എന്നിട്ട് ബാല്യക്കാരനെ വിളിച്ചു പറഞ്ഞു, കോരിക്കൊണ്ട് വിരുന്ന് വാടിക്ക്. ഇവൻ അറിയാം കിണറ്റിലെ വെള്ളമാണ്, ഇവൻ അറിയാം ശുദ്ധീകരണത്തിന് വെച്ച കൽപാത്രമാണ്, കോരി ഒഴിച്ചത് ഇവനാ. ഇത് കൊണ്ടു കൊടുക്കാൻ പറയും. ഇവനറിയാം വിരുന്ന് വാടിക്ക് കൊടുക്കാൻ പോകുന്ന പച്ചവെള്ളമാണ്. പക്ഷെ കുടിച്ച മറത്തറയിൽ വിരുന്ന് വാടി ഇരുന്ന് ഇരിപ്പിരുന്നും ചാടി എഴുന്നേറ്റ് തുള്ളിച്ചാടി. ഇത്രയും നല്ല വീഞ്ഞ് എവിടെ വെച്ചിരിക്കുന്നു? ഉത്തരം, അകത്തെ ഭരണയുടെ 50 ഇരട്ടി പുറത്തെ കൽപാത്രത്തിൽ കിടക്കുന്നു. 21 ദിവസം പ്രോസസ്സിൽ കൂടെ നടക്കുന്നത് 28 സെക്കൻഡ് കൊണ്ട് വെളിയിലിട്ട് ദൈവം നിർമ്മിച്ചു. വിശ്വാസം കൊണ്ട് ആമയും പറഞ്ഞാട്ട്. കുഞ്ഞെ, നീ വിശ്വസിച്ചാൽ നീ തല കുനിക്കലെടുത്ത് അവൻ നിന്റെ തല നിവർത്തും. ഈ വീഞ്ഞ് തീരുന്ന വിവരം ഫ്ലെക്സ് അടിക്കണോ? വേണ്ട. ഒരാളോട് പറഞ്ഞാൽ മിനിറ്റ് കൊണ്ട് 3000 പേരുടെ ചെവിയിലും. അപ്പം ചെല്ലൊക്കെ അങ്ങോട്ട് പോകുമ്പം കല്യാണത്തിന് വരുന്നതോട് പറയാം, പോകണ്ടെന്നേ, അവിടുത്തെ അല്ല.
ഇനി ആ വീട്ടുകാരൻ അവിടെ എന്നാ നടത്തിയാലും ആയുസ്സിൽ അവൻ്റെ തല ഇനി നിവരുകയില്ല. ഇങ്ങോട്ട് നോക്ക. അപ്പോളാ ഈശോ ഇങ്ങോട്ട് നോക്ക്, പച്ചവെള്ളം നിന്ന 3000 കഴിച്ച് പിന്നെയും കിടക്കുക ടാങ്ക്. എൻ്റെ ഭാവന എന്ന് പറയട്ടെ, മിനറൽ വാട്ടറിൽ കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നവൻ കുപ്പിയിലെ വെള്ളം കളഞ്ഞ് വീഞ്ഞ് കോരിക്കൊണ്ടാ ബസ്സേ കയറിയ. ബസ്സെന്ന് വെച്ചാൽ അറിഞ്ഞില്ലയോ വിരുന്ന് വീട്ടിൽ അത്ഭുതം. ആ ദൈവത്തോടാ ചോദിക്കുന്നത്, എൻ്റെ ആ കൊച്ചു പ്രശ്നം ഒന്ന് മാറ്റാവോ. എടാ പൊന്നു കുഞ്ഞെ, ഇങ്ങോട്ടൊന്ന് വിട്ടതാ, നിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ റെഡി. നിനക്ക് ആശ്ചര്യമായിരിക്കും. ആമേൻ. നെഞ്ചത്ത് കൈവച്ച് പറ, എൻ്റെ ലൈഫിൽ ദൈവം എല്ലാം നന്നായി ചെയ്യും, എല്ലാം നന്നായി ചെയ്യും, സകലതും നന്നായി ചെയ്യും. ഓ, സകലതും നന്നായി ചെയ്യും. ഹൃദയം തുറന്നു നീ പ്രാർത്ഥിച്ചോ, സകലതും നന്നായി ചെയ്യും. ആയിരക്കണക്കിന് ആൾക്കാരുടെ കൈ നെഞ്ചത്തിപ്പ് പതിഞ്ഞിട്ടുണ്ട്. ദൈവാത്മാവെ വിളിച്ചു പറ, അവനെല്ലാം നിന്റെ കുഞ്ഞിന്റെ ഭാവി നന്നായി ചെയ്യും, നിന്റെ ബിസിനസ് നന്നായി ചെയ്യും, നിന്റെ മിനിസ്ട്രി നന്നായി ചെയ്യും, നിന്റെ കുടുംബം അത് നന്നായി. കുഞ്ഞേ, യേശുവിന് നിന്റെ ഒന്നും വേണ്ട, നിന്റെ ഹൃദയം. നീ ഏത് ജാതിയാന്നല്ല ചോദ്യം, ഏത് മതമാന്നല്ല, മനുഷ്യനാണോ? നിന്നെ ദൈവത്തിന് വേണം. ലവ് യു ഫാദർ. ഇനി ചെല്ലൊക്കെ ചോദിക്കും, കർത്താവ് അനുഗ്രഹിക്കുമോ? എടാ, സാധാരണ വീട്ടിൽ പറഞ്ഞ യോസഫിനെ കൊട്ടാരത്തിലെത്തിക്കാൻ ദൈവത്തിന് ചെലവ് 3 സ്വപ്നമാണ്. കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുത്താൽ എത്തേണ്ടവന് എത്തേണ്ട സമയത്ത് എത്തിയിരിക്കും. ഒരാമീൻ പറഞ്ഞാട്ടെ. നീ വ്യാകുലപ്പെടുക വേണ്ട, നിന്റെ വഴി തുറക്കാൻ ദൈവത്തിന് സെക്കൻഡുകൾ മതി. ഞാൻ തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് യോഗത്തിന് പ്രസംഗിക്കാൻ ചെന്നു. ഒരു സ്ത്രീയായിരുന്നു യോഗത്തിൻ്റെ സ്പോൺസർ. അവിടെ അങ്ങനെ യോഗത്തിന് ചെന്നപ്പം സ്ത്രീയെ വലിയ കസറൊക്കെ കേട്ട് അലങ്കരിച്ച് ഇങ്ങനെ ഇരുത്തിയിരിക്കുക. അപ്പം എന്നോട് പറഞ്ഞു, ഇന്ന് ഈ പുള്ളിക്കാരത്തി ലക്ഷങ്ങൾ മുടക്കിയുള്ള യോഗ, ഭയങ്കര യോഗ, അവിടുത്തെ സിസ്റ്റം അങ്ങനെ പറയാം. ഇന്ന് ആ പുള്ളിക്കാരത്തി ഒരു സാക്ഷി പറയും. അവരെഴുന്നൊരു സാക്ഷി തുടങ്ങിയപ്പം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ച്, നിർത്തല്ലേ കർത്താവേ. അവൾ വിവരിക്കാൻ തുടങ്ങി. ഒത്തിരി ഏക്കർ സ്ഥലമുള്ള ഒരപ്പൻ്റെ മോള്, ജീസസ് ആമി. അവൾ പഠിക്കാൻ പോയപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അതുകൊണ്ട് അപ്പൻ സ്ഥലം കൊടുത്തപ്പം എല്ലാവർക്കും ടൗണിൽ ഏക്കറുകൾ കൊടുത്തു. ഇവത്ത് മാത്രം 48 ഏക്കർ കൊടുത്തു. പാറയാ മൊത്തം. അവിടെ ഭർത്താവ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. 2 പിള്ളേരും ഉണ്ട്. 10-55 ലക്ഷം രൂപ കടമുണ്ട്. ആരാണ്ട് പറഞ്ഞു, തമിഴ്നാട്ടിലെ സഭയിൽ പോയി പ്രാർത്ഥിച്ചാൽ, ഈ യോഗം നടന്ന സഭയിൽ പോയി പ്രാർത്ഥിച്ചാൽ കടം മാറുമെന്ന്. അങ്ങനെ അവൾ പ്രാർത്ഥനയ്ക്ക് പോയി. അവിടുത്തെ പാസ്റ്റർ പ്രസംഗം കഴിഞ്ഞ് ടോക്കണാണ് എല്ലാവർക്കും പാസ്റ്ററെ കാണാൻ. ഇവർക്ക് കിട്ടിയേക്കുന്ന ടോക്കൺ 472 നമ്പരാണ്. നിന്ന് ഊപ്പാട് വന്നു. 472 നമ്പർ അങ്ങോട്ട് ഊഴം അങ്ങോട്ട് ചെന്നപ്പോൾ പാസ്റ്റർ തലയിലോട്ട് കൈവച്ചു. എന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, 50 ലക്ഷം രൂപ കടമുണ്ടെന്ന് ചോദിച്ചു. എന്നാ ഉണ്ടെന്ന് ചോദിച്ചു. 40 ഏക്കർ പാറ ഉണ്ടെന്ന് പറഞ്ഞു. മതിയെന്ന് പറഞ്ഞു. തലയിലോട്ട് വെച്ച് ഒറ്റ പ്രാർത്ഥന, സ്വർഗത്തിലെ ദൈവമേ, കറുത്ത കരിമ്പാറയ്ക്കകത്ത് തൃക്കൈ കൊണ്ടൊരു വഴി വരയ്ക്കണേ. പ്രാർത്ഥിച്ചു പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ കടം എല്ലാം ഇതിനകത്തുണ്ട്, പൊക്കോളാൻ പറഞ്ഞു. ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആൻറ്റിയുടെ സ്റ്റൈലിനൊത്ത് പ്രാർത്ഥന നടന്നില്ല. കാറെ കയറി സ്റ്റിയറിങ്ങിലൊക്കെ 2 ഇടി ഇടിച്ചു. പെട്രോൾ വേസ്റ്റ്, സമയം വേസ്റ്റ്. തിരിച്ച് വീട്ടിൽ ചെന്നു കട്ടിലെ കമന്ന് കിടന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോയതും വെറുതെ ആയോ? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾക്ക് തന്നെ തോന്നി, ഇനിയും പാറയ്ക്കകത്തെങ്ങാനും വഴി വരച്ചാലോ? അവൾ എഴുന്നേറ്റ് കട്ടിലിരുന്ന്, കർത്താവേ, പാറയ്ക്കകത്ത് വഴി വരയ്ക്കുന്ന ദൈവം, പിള്ളേർ ചോദിച്ചു, അമ്മയ്ക്ക് വല്ല കീർക്കും വന്നോ? അമ്മ ഇന്ന് വരെ യോഗത്തിന് പോയിട്ട് വന്ന് അമ്മയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അമ്മ ഇരുന്ന് വന്നതിൽ എന്തായി? പാറയ്ക്കകത്ത് വഴി വരയ്ക്കുന്നു. അമ്മ പറഞ്ഞു, എനിക്കറിയത്തില്ല മോൻ. ഇന്ന് പോയി പാസ്റ്റർ പറഞ്ഞു, കരുത്ത കറുംപാറയ്ക്കകത്ത് തൃക്കൈ കൊണ്ടൊരു വഴി വരയ്ക്കണേന്ന്. ഒരു ദിവസം രാവിലെ ബന്ധത്തിലുള്ള 4 പിള്ളേർ തപ്പി വന്നോട് ചോദിച്ചു, ആൻറ്റി രക്ഷിക്കണം. എന്നാ കാര്യം? ഞങ്ങളൊരു വലിയ ക്രഷർ പ്ലാന്റ് തുടങ്ങി, പാറ പൊട്ടിക്കാൻ തുടങ്ങിയ നാട്ടുകാർ തടഞ്ഞു. ആൻറ്റിക്ക് പാറവട ഉണ്ടെന്ന് കേട്ടു, ദയവായി ഒന്ന് അനുവദിക്കണം. ആൻറ്റി ഇവിടെ ഇരുന്നാൽ മതി, ഓരോ ലോഡ് പോകുമ്പോഴും അക്കൗണ്ടിലോട്ട് ഇട്ടോളാം കാശ്. ശരിക്കും പറയാം, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. പ്ലാന്റ് വലുതായിരുന്നു. ഒറ്റ വർഷം പാറ പൊട്ടിച്ചതിൻ്റെ വകയായി കൺവെൻഷൻ. അവരുടെ സാക്ഷ്യമാണ്. അപ്പൻ മുടിയാൻ എഴുതി തന്ന 48 ഏക്കർ പാറയ്ക്കകത്ത് ഇവിടുത്തെ പാസ്റ്റ് പ്രാർത്ഥിക തമ്പുരാൻ ഒരു വര വരച്ചു. ഇനി ശ്രദ്ധിച്ച് പറയട്ടെ, ഒറ്റ വർഷം പൊട്ടിച്ചപ്പം
50 ലക്ഷം കടവും പീടി 6 കോടി ബാങ്കിലുമായി. മിണ്ടുന്നില്ല. ഇനി എൻ്റെ പിള്ളേര് കല്യാണം കഴിച്ച് അവർ 4 പിള്ളേരുണ്ടായാൽ അവർക്ക് ഇല്ലേ കല്യാണം കഴിച്ച് അവർക്ക് 4, അവരുടെ കാലത്ത് ഈ പാറ തീരുകയില്ല. ഞാനൊരു സത്യം നിന്നോട്, ഉപയോഗമില്ലാതെ കിടക്കുന്നതിനകത്ത് തമ്പുരാൻ ഒന്ന് കൈ നീട്ടിയ ചിലരോട് ദൈവം പറയുന്നു, അവരെല്ലാം നന്നായി ചെയ്യും. ഈ ആരാധനയ്ക്ക് നടുവിൽ ദൈവം വിളിച്ചു പറയുന്നു, എല്ലാ പരിശുദ്ധാത്മാവ് ദൈവ ശബ്ദമായി പറയുക, നിന്റെ വീടിനകത്ത് നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ചിലതൊക്കെ ദൈവം നന്നായി ചെയ്യും. ചിരിച്ചോണ്ട് പറ, അവനെല്ലാം നന്നായി ചെയ്യും. അവനെല്ലാം നന്നായി. നിന്റെ മോൻ BCom പാസ്സായില്ല, പേടിക്കണ്ട, ദൈവം നന്നായിട്ട് ചെയ്യും. ഒരാമയും വരുന്നില്ല. നിന്റെ മോന് മക്കളില്ല, പേടിക്കണ്ട, ദൈവം നന്നായി ചെയ്യും. നിനക്ക് മോന് ക്യാൻസർ വന്നിട്ടുണ്ട്, പേടിക്കണ്ട, ദൈവം എല്ലാം നന്നായി ചെയ്യും. ഇന്ന് പകൽ എനിക്കറിയത്തില്ല, ശബ്ദം മുഴങ്ങുന്നു. ശപിക്കപ്പെട്ട നിന്നെ നോക്കി ദൈവം പറയുന്നു, അവൻ നന്നായി ചെയ്യാൻ പോകുകയാ. നടക്കത്തില്ലെന്ന് വിധി പറഞ്ഞ ചിലതിനെ നോക്കി ദൈവം പറയുന്നു, നന്നായി ചെയ്യും. നിങ്ങളുടെ ഏത് ചെവിയാ കേൾക്കാത്തെ? ഏത് ചെവിയാ? ആ ചെവിയാണ് ഒട്ടും കേൾക്കാത്തെ. ജീസസ് കേൾക്കത്തില്ല, ഇല്ല. ജീസസ് നോക്കിയേ, യേശു പറഞ്ഞു, ജീസസ് ആ കാത് സൗഖ്യമാകാൻ പോകുന്നു. അണിവിരൽ ആ ചെവിയിലേക്ക് കടത്തുക. സിസ്റ്ററെ, നിങ്ങളിപ്പോൾ ഞങ്ങളെ നോക്കി നിൽക്കുക. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കേണ്ട. നിങ്ങളുടെ ആ ഒരു ചെവി കേൾക്കുന്നതാണല്ലോ. യേശുവിൻ്റെ നാമത്തിൽ, the name of Jesus, അധികാരമുള്ള പുത്രന്റെ നാമത്തിൽ ഇവിടെ ചെവി തുറന്നു വരട്ടെ. ഇനി കൈയെടുത്തേ, മറ്റേ ചെവി അടച്ചു പിടിച്ച് എന്നെ നോക്കിക്കേ. ഒട്ടും കേൾക്കാത്ത പോലെ അടച്ചു പിടിക്കണം ആ ചെവി. കേൾക്കാമോ? കേൾക്കാം, 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 കേൾക്കാം. പ്രസംഗിച്ചത് ഇവിടെ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഈ തിരുവെഴുത്തിലെ വചനം ഇവിടെ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഇവിടെ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. എത്ര വർഷമായി കേൾക്കാതിരുന്നിട്ട്? വർഷത്തിന് മുകളിലായി. എന്റെ ചെവി കേൾക്കാതായി. ചെവി കേൾക്കാൻ മേലായിരുന്നു. ഇപ്പോഴോ ചെവി കേൾക്കാം. അമ്മി കൈ ഉയർത്തി പിടിച്ചേ. ഹല്ലേലൂയ. യേശു എന്നെ സൗഖ്യമാക്കി.
മരിച്ചവനെ ഇന്നും ജീവിക്കുന്നവനെ, എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കുന്നവനെ, എനിക്കായി മരിച്ചവനെ, എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കുന്നവൻ. ആ രണ്ട് കരങ്ങൾ ഉയർത്തി, എനിക്കായി മരിച്ചവനെ, എനിക്കായി മരണത്തെ ഇന്നും ജീവിക്കുന്നവൻ. എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കുന്നവനെ. അവന്റെ നാമം യേശുവേ. ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നില്ലേ ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുക, കണ്ണുകളെ അടയ്ക്കുക. ലവ് യു ഫാദർ, യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി, ഇവരുടെ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുന്ന ശക്തി ഇപ്പോൾ അവരിൽ വെളിപ്പെട്ടു വരട്ടെ. ചില കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കുന്ന ദുരാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഭയങ്കര അത്ഭുതം സംഭവിച്ചു തുടങ്ങട്ടെ. ദ നെയിം ഓഫ് ജീസസ്. ഒരു ഹീലിംഗ് പവർ ഇപ്പോൾ വ്യാപരിക്കട്ടെ. കർത്താവെ, തകർക്കപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ ഉയർത്തപ്പെട്ടു തുടങ്ങട്ടെ. ശൂന്യമായിപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ പണിയപ്പെട്ടു തുടങ്ങട്ടെ. എല്ലാ ശാപങ്ങളും ഒഴിഞ്ഞു പോകട്ടെ. പ്രാർത്ഥിച്ച ബ്ലസ് ചെയ്യുന്നവരെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും ഈ TV പ്രോഗ്രാം നിങ്ങൾ കാണുക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് ഈ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. നിങ്ങൾക്കൊരു നല്ല ദിവസം വരുമ്പോൾ, ഒരു ബർത്ത്ഡേ വരുമ്പോൾ, ഒരു നല്ല ബിസിനസ് നടക്കുമ്പോൾ, നിങ്ങൾക്കൊരു പ്രത്യേക ദിവസം നിങ്ങളുടെ പേരിൽ ലോകം മൊത്തം യേശുവിനെ അറിയട്ടെ. ഈ ശുശ്രൂഷയിലൂടെ ജനലക്ഷങ്ങൾ വിടിവിക്കപ്പെടും. നിങ്ങൾക്കും അതിൽ പങ്കാളിയാകാം. നിങ്ങൾക്ക് ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ പോകാൻ നേരമില്ലാത്ത ആളാകാം. പക്ഷെ നിങ്ങൾ മനസ്സ് വെച്ചാൽ ലക്ഷങ്ങളെ യേശുവിൽ എത്തിക്കുവാൻ കഴിയും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കോട്ടയത്ത് KPS മേനോൻ ഹാളിലുണ്ട്. ഞായറാഴ്ച 3 സർവീസുണ്ട്. രാവിലെ 8 o'clock സർവീസുണ്ട്, 10 o'clock സർവീസുണ്ട്, വൈകിട്ട് 5 o'clock സർവീസുണ്ട്. കർത്താവ് ആയിരങ്ങളെ കൂട്ടി വരുത്തുന്നു. നമുക്ക് ഒരുമയോടെ കൈകോർക്കാം, ഒന്നിച്ച് കർത്താവിനെ വിളിക്കാം. നിങ്ങളുടെ വീട് സ്വർഗം ഇറങ്ങി പ്രസാദിക്കുന്ന ഭവനമാകട്ടെ. ഗോഡ് ബ്ലസ് യു. നാളെ ഇതേ സമയം വീണ്ടും നമുക്കൊന്നിച്ച് കാണാം.